നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ലമ്മേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി എന്നെ നിർബന്ധിക്കരുത്. അല്ല, ഇന്ന് വന്ന പയ്യന്റെ കാര്യം എന്തായി? അത് നടക്കില്ല രാമകൃഷ്ണേട്ട. അയ്യോ, അതെന്ത് പറ്റി? വിവാഹം കഴിക്കുകയാണെങ്കിൽ അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആദ്യം കൂടെ ഉണ്ടാവണമെന്ന് അവള് വാശി പിടിച്ചു. ഓ, ആർക്കാ അങ്ങനെ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക? ആദിക്കും പത്മയ്ക്കും പരസ്പരം പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യെ വിട്ടുപോവാൻ അവളും തയ്യാറാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്? ഇവിടെയും ഹരിയുടെ കാര്യം അങ്ങനെ തന്നെയാ. കല്യാണക്കാര്യം പറയുമ്പോ മുഴുവനും അവ ഒഴിഞ്ഞു മാറുന്നത് കല്യാണിയുടെ കാര്യം പറഞ്ഞിട്ടാ. കല്യാണിയെ മോളെ പോലെ കാണുന്ന ഒരാള് ജീവിതത്തിലേക്ക് വരട്ടേന്നാ അവൻ പറയുന്നത്. സുജാതേ, ഇതിനൊരു പരിഹാരം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തുക എന്നുള്ളതാ. ശരിയല്ലേ? ഹരിയും ടീച്ചറും വിവാഹം കഴിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ആദിയെയും കല്യാണിയും അവർ മക്കളായിട്ട് സ്വീകരിക്കും. ശരിയല്ലേ? ഒന്നും അറിയാത്തയാൾ പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ നല്ലത് എല്ലാം അറിയുന്നവര് പരസ്പരം കൂടിച്ചേരുന്നതല്ലേ? ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഞാനിത് പല തവണ സൂചിപ്പിച്ച് നോക്കി രാമകൃഷ്ണേട്ട. പക്ഷെ അവൾ അടുക്കുന്നില്ല. അല്ല, രാമകൃഷ്ണേട്ടന് അവളോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ല, അവളും എന്റെ മോള് തന്നെയല്ലേ. ഇത്രയും സന്തോഷമുള്ള കാര്യം എന്റെ മോളോട് സംസാരിക്കാൻ ഞാൻ എന്തിനാ മടിക്കുന്നേ, അല്ലേ? ഇങ്ങനൊരു വിവാഹം നടക്കുകയാണെങ്കിൽ അവൾ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഹരിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളല്ലേ. എല്ലാം ശരിയാവും കേട്ടോ സുജാതെ. നിത്യാമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എല്ലാരും കൂടി നിർബന്ധിച്ച നിത്യാമ്മ കല്യാണം കഴിക്കൂ, എന്നിട്ട് എന്നെ ഒറ്റക്കാക്കിട്ട് പോവും. എനിക്ക് നിത്യാമ്മ ഇല്ലാണ്ട് പറ്റില്ല. നിത്യാമ്മ പോയാൽ ഞാനും കൂടെ വരും. മിണ്ടാതിരിക്കെ, വെറുതെ ഒരൊന്നും പറയണ്ട. നിത്യമ്മ എങ്ങോട്ടാ പോകുന്നേ? വന്നവരുടെ മുന്നിൽ നിത്യമ്മ പറഞ്ഞത് മോൻ കേട്ടില്ലേ? എനിക്ക് ഒരിടത്തും പോണ്ട, അങ്ങനെ ഒരു കല്യാണവും വേണ്ട. ആദ്യം മോനെ ഇന്ന് നിത്യമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. മോനെ, അമ്മാമ്മേ, മോന്റെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞോ? മോൻ പോയി ബാക്കി എഴുതിക്കും. മോളെ, രാമകൃഷ്ണേട്ടന് നിന്നോടെന്താ സംസാരിക്കാനുണ്ട്? വേറൊന്നുമല്ല, ഇന്ന് വന്ന പയ്യന്റെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നേ. സംഗതി ശരിയാ. നാളെ ആദ്യമോനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുമ്പോഴേ അവർക്ക് ചിലപ്പോൾ അങ്ങോട്ട് മനസ്സിലാവില്ല. മനുഷ്യരുടെ സ്നേഹം മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റില്ലല്ലോ, അല്ലേ സുജാതെ? ഞാൻ മോൾക്ക് വേറൊരു ആലോചനയും കൊണ്ടുവന്നതാ. അമ്മാവനും തുടങ്ങിയോ? അമ്മാവൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അതെ, ഞാൻ ഈ പറയുന്നത് ആദിമോനെ സ്വന്തം മോനെ പോലെ സ്വീകരിക്കും. അയാൾക്ക് പിന്നെ ഒരു മോൾ കൂടിയുണ്ട്. ആ മോളെയും ആദ്യ പോലെ കണ്ടാ മതി. ആരുടെ കാര്യം അമ്മാവനീ പറയുന്നത്? അത് പിന്നെ അതെ,
മറ്റേ മോനെ ഹരി, ഹരിയുടെ കാര്യമാ. അല്ലാതെ പിന്നെ ആരുടെ കാര്യമാ എനിക്ക് പറയാനുള്ളേ? അതെ മോനെ, നിങ്ങൾക്ക് പരസ്പരം അറിയാം. പിന്നെ നിങ്ങളെ നല്ല സുഹൃത്തുക്കളാ. എന്നാ പിന്നെ രണ്ടു കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്റെ അഭിപ്രായം അത് തന്നെയാ മോളെ. ആ, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ഹരിയും ഞാനും തമ്മിൽ പ്രണയമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അല്ല മോളെ, അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ സുഹൃത്തുക്കളാ. പരസ്പരം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാ കാര്യവും ചെന്ന് കല്യാണത്തിലല്ലല്ലോ അവസാനിക്ക. കല്യാണിക്ക് ഒരു അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന കാര്യം എന്താ? കല്യാണിക്ക് ഒരു അമ്മയില്ലേ, വീണ. വീണ ഇപ്പോ അമ്മാവിന്റെ വീട്ടിൽ തന്നെയില്ലേ? മോളെ, എല്ലാ കാര്യം അറിയുന്ന മോള് തന്നെയാണോ ഇത് പറയുന്നേ? ഹരിയും വീണയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്നും മോള് മനസ്സിലാക്കിയതല്ലേ? മനുഷ്യർക്ക് വീഴ്ച വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കും, എന്നിട്ട് മുന്നോട്ട് പോവും. ഒരുപക്ഷെ വീണയുടെ തിരിച്ചുവരവിന് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലോ? മോളെ, അത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹരിയുടെ വീട്ടില് ഇപ്പൊ കല്യാണിയുടെ സ്വന്തം അമ്മയുണ്ട്. അവളെ പ്രസവിച്ച അമ്മ. ഞാൻ അതിന് പകരാവോ? ആവോ അമ്മേ? അത് മോളെ, ഒരു വാശിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ നമ്മളെല്ലാരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോ അവരെ ഒരുമിപ്പിക്കാൻ പറ്റും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും വീണയെ മറികടന്ന് എന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ലമ്മേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി എന്നെ നിർബന്ധിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.